ഇന്നലത്തെ മത്സരത്തിലൊക്കെ ടോസ് മുതൽ തന്നെ അവർക്ക് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു പിന്നെ ഗില്ല് കുറച്ചൊരു ഡ്യൂ ഫാക്ടർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവണം. പക്ഷേ രഹാനെ കുറച്ചൊരു ഫാക്റ്റുകൾ നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ അഹമ്മദാബാദിൽ ആദ്യം ബാറ്റ് ചെയ്യുന്നവർ സമീപകാലത്ത് പിന്നെ വിജയിക്കുന്നു എന്ന കണക്കൊക്കെ എടുത്തിട്ടായിരിക്കും അദ്ദേഹം തുടങ്ങിയത്. പക്ഷേ അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് അതിനനുസരിച്ചുള്ള പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കണം. പക്ഷേ ഇന്നലത്തെ മത്സരത്തിൽ ഗില്ല് കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ബോളർമാർ യൂസ് ചെയ്യുന്ന എങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. പവർ പ്ലേയിൽ ആദ്യത്തെ 6 ഓവർ എറിഞ്ഞത് കഗീസോ റബാഡയും സിറാജും ചേർന്നിട്ടാണ്. അതായത് ആ പവർ പ്ലേ 2 ഓവർ ഡെത്ത് ഓവറിലേക്ക് മാറ്റിക്കൊടുക്കാനൊന്നും നിന്നില്ല. ആദ്യത്തെ 6 ഓവർ പൂർണ്ണമായിട്ട് ഈ 2 ബോളേഴ്സാണ് എറിയുന്നത്. അതിൽ 36 റൺസ് 3 വിക്കറ്റ് പോകുന്നുണ്ട്. സീഫേർട്ട് പോകുന്നുണ്ട്, ഫിന്നാലിന് പകരം വന്ന സീഫേർട്ട് പോകുന്നുണ്ട്, രഹാനെ പോകുന്നുണ്ട്, രഘുവംശി പോകുന്നുണ്ട്. അങ്ങനെ ആദ്യത്തെ പവർ പ്ലേയിൽ തന്നെ അവരെ സ്ട്രഗിളിലേക്ക് കൊണ്ടിട്ടു. ഇപ്പോൾ കാമറൂൺ ഗ്രീനെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ, കാമറൂൺ ഗ്രീൻ തുടക്കത്തിൽ അങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് തുടങ്ങിയത്. അദ്ദേഹം മിഡിൽ ഓവറുകളിലാണ് കുറച്ചുകൂടി സ്ട്രൈക്ക്. ഇപ്പോൾ ആകെ ഈ മത്സരത്തിൽ പിന്നെ കൊൽക്കത്തക്ക് പറയാനൊരു പോസിറ്റിവിറ്റി കണ്ടത് ഒരു 12 മുതൽ 14 വരെയുള്ള ഓവറുകളിലാണ്. അതിലാണ് അവരാകെ കുറച്ച് സ്ട്രൈക്ക് ഉയർത്താൻ ശ്രമിച്ച് കുറച്ചുകൂടെ നന്നായി ഹിറ്റ് ചെയ്ത് കളിച്ചത് ആ 2 ഓവറുകളിലാണെന്നാണ്. ഇതേ കാമറൂൺ ഗ്രീൻ അവസാന ഘട്ടത്തിൽ നന്നായി സ്ട്രഗിൾ ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ മിഡിൽ ഓവറുകൾ മാത്രമാണ് അദ്ദേഹം കുറച്ചുകൂടി ഹിറ്റ് ചെയ്ത് പിന്നെ അതും റാഷിദ് ഖാൻ അങ്ങനെ 1-2 ബോളേഴ്സിനെതിരാണ് അദ്ദേഹം നന്നായി ഹിറ്റ് ചെയ്യുന്നത് കണ്ടത്. 27 ബോളിൽ 29, പിന്നെ അവസാന ഓവറുകളിൽ നന്നായി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. സോ ഒരു 10-200 മുകളിലൊക്കെ സ്കോർ ചെയ്താലല്ലാതെ അങ്ങനെ ഒരു പിച്ചിൽ അങ്ങനെ ഒരു സർഫേസിൽ ഇവർക്ക് ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല എന്നിരിക്കുക അവരുടെ എല്ലാ ബാറ്റർമാരും പരാജയപ്പെട്ടു പോകുന്നു. പിന്നെ ഫിന്നാലിന് പകരം കൊണ്ടുവരുന്ന സീഫേർട്ട് പരാജയപ്പെടുന്നു. നേരത്തെ പറഞ്ഞ റിങ്കു സിംഗ് പരാജയപ്പെടും. റിങ്കു സിംഗിനെ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ലോകകപ്പിൽ എത്ര മേൽ വാദിച്ചിട്ടുണ്ടെന്നൊക്കെ നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ റിങ്കു സിംഗിൻ്റെയും ഇഷാൻ കിഷൻ്റെയും എൻട്രിയാണ് ഈ ലോകകപ്പിൽ സെലക്ടർമാരുടെ അടുത്ത് ഏറ്റവും മികച്ച തീരുമാനമെന്നൊക്കെ പറയുകയും റിങ്കു സിംഗിന് പിന്നെയും ലോകകപ്പിൽ അധികം അവസരങ്ങൾ ലഭിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം അവസരങ്ങൾ ലഭിക്കുമ്പോഴും പിന്നെ സ്ട്രഗിൾ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ കൊൽക്കത്ത ഈ സ്ട്രഗിളിംഗ് ഒക്കെ അദ്ദേഹത്തിൻ്റെ കരിയറിനെ പോലും ബാധിക്കാൻ പോകുന്ന സ്ട്രഗിളിംഗ് ആണ് എന്ന് നമുക്ക് ചിലപ്പോൾ പറയേണ്ടി വരുമെന്നുള്ളതാണ്. ശുഭ്മാൻ ഗിൽ എന്ന് പറയുന്ന ക്യാപ്റ്റനെ കൂടെ കണ്ട മത്സരമാണ് ഇന്നലെ. ഇപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പവർ പ്ലേയിൽ ഗുജറാത്ത് 70 മുകളിൽ സ്കോർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2 ടീമിൻ്റെയും പവർ പ്ലേ, മിഡിൽ ഓവറുകൾ, ഡെത്ത് ഓവറുകളിലെ സ്കോറിംഗ് വെറുതെ എടുത്ത് പരിശോധിച്ചാൽ മതി. കൊൽക്കത്ത പവർ പ്ലേയിലും ഡെത്ത് ഓവറുകളും 40 താഴെയാണ് സ്കോർ ചെയ്തേക്കുന്നത്. എന്നാൽ മിഡിൽ ഓവർ അവർ 100 മുകളിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഗുജറാത്തിലേക്ക് വരുന്ന സമയത്ത് അവർ പവർ പ്ലേയിലും മിഡിൽ ഓവറുകളും 70 മുകളിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. ഡെത്ത് ഓവറുകൾ അവർ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് റിയാലിറ്റിയാണ്. ഡെത്ത് ഓവറുകൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 19ാമത്തെ ഓവറിൽ അവർക്ക് ബൗണ്ടറി ഇല്ല. അവസാന ഓവറിൽ 4ാം പന്ത് വരെ അവർക്ക് വിജയത്തിന് വേണ്ടി കൊണ്ടുപോകേണ്ടി വന്നിട്ടുണ്ട്. ആ അവസാന ഓവറിലാണ് ഇപ്പം ഇവർക്ക് പിന്നെ ഗ്ലെൻ ഫിലിപ്സിനെ നഷ്ടമാകുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട നിർണായക വിക്കറ്റുകളൊക്കെ ആ ഘട്ടത്തിൽ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പോലും തുടക്കത്തിൽ പിന്നെ ശുഭ്മാൻ ഗിൽ 15 ബോളിൽ 34 റൺസ് എടുത്തിട്ട് പവർ പ്ലേയിൽ അങ്ങനെയായിരുന്നു. പിന്നെ അദ്ദേഹം സ്ലോ ഡൗൺ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്.